നമ്മൾ അധ്വാനിക്കുമ്പോൾ ദൈവം കൂടി അതിൻ്റെ അകത്ത് കക്ഷിയായിരിക്കണം. അല്ലെങ്കിൽ ഇത് പറയും അവർ കഠിനാധ്വാനം ചെയ്തു പക്ഷെ മുള്ളു കൊയ്തെന്ന് പറയത്തേ. എന്നുവെച്ചാൽ ദൈവം കക്ഷിയാണത് പ്രാർത്ഥിക്കണതിൻ്റെ പള്ളി പോണതും പ്രാർത്ഥിക്കണം മാത്രമല്ല, നമ്മുടെ നിലപാട്, ചതി, വഞ്ചന, പാരവെപ്പ്, സൂചിവെപ്പ്, മറ്റുള്ളവരെ മത്സരിച്ച് ഒറ്റപ്പെടുത്തുക, ദൈവത്തിന് നിരക്കാത്ത ജീവിതം ഉണ്ടാകുകയും പിന്നെ നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളുടെ ജീവനത്തിന് ദൈവത്തിന് ചേർത്ത് നിർത്താന്ന് വെച്ചാൽ ദൈവം ചേരത്തില്ല. ദൈവത്തെ കൂട്ടി വെക്കുക എന്ന് വെച്ചാൽ അതൊരു ജീവിത രീതിയാണ് സുവിശേഷവിഹിതമായ. അങ്ങനെ വരുമ്പോൾ അധ്വാനങ്ങൾ ഇരട്ടി ഫലം ഉണ്ടാക്കും. അതിനേക്കാളുള്ള ആനന്ദം നമ്മൾ നിക്ഷേപിക്കാൻ ദൈവത്തിന് കഴിയും. അപ്പം അതുകൊണ്ട് തന്നെ ആയിരിക്കണം ദൈവത്തെ അവലംബിക്കുമ്പോൾ സുവിശേഷ വിഹിതമായ ഒരു ജീവിത സമീപനം ആവശ്യമായി വരണത്. അങ്ങനെ നമ്മുടെ സുവിശേഷ ജീവിതത്തിൽ നമ്മൾ വളരെ പ്രാധാന്യത്തോടെയാണ് സുവിശേഷ ജീവിതം ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിൻ്റെ ജീവിത വിഷയത്തിൽ ദൈവം കക്ഷിയായിരിക്കും.